ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്കിന്ന് ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു കല്യാണത്തിൻ്റെ പോകാനൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഓണത്തിന് വേണ്ടി എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കല്യാണത്തിനും കൂടെ ഇട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ചുരിദാറങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എന്തോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണെന്ന് തോന്നി ഈ കളർ കേട്ടോ. ഞാൻ കല്യാണത്തിന് ചെയ്യുന്നത് പോലെ ഒരുപാട് പേര് ഈ സെയിം കളറ് ഇതേ ഡ്രസ്സ് ചുരിദാർ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞു കേട്ടോ, നല്ല ചുരിദാറാണ്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് പിന്നെ നല്ല സന്തോഷമൊക്കെ ആയി. നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നിന്നാലും എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണെങ്കിൽ സത്യം പറയാമല്ലോ, കുളമാക്കിയാണ് ഞാൻ ഒരുങ്ങാറ്. മൂടിക്കെട്ട് ആവുന്ന കുറേ യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ കെട്ടാം അങ്ങനെ കെട്ടാം. പക്ഷേ ലാസ്റ്റ് ഈ ഒരു പിന്നാണ് പിന്നിയത് കേട്ടോ. സാധാ പിന്നുന്ന പോലെ കേട്ടോ. കുറേ ഇങ്ങനെ മുടിയെല്ലാം ചീവി കെട്ടി 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 ലാസ്റ്റിലാണ് ഞാൻ ഈ ഒരു മോഡലാക്കി എങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ കമ്പി സ്ലൈഡൊക്കെ കുത്തി റെഡിയാക്കി വെക്കും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാം പോകും കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതി എല്ലാം റെഡിയായതാ ഇരിക്കുവാണ്. പിന്നെ ഇനി നമുക്കൊരു ടാസ്ക് എന്ന് വെച്ചാൽ മുല്ലപ്പൂണ്ട് ഗൈസ്. മുല്ലപ്പൂവിനൊക്കെ എന്താ വിലയാണ്. ഞാനപ്പോൾ ഒരു മുഴ മുല്ലപ്പൂ കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ കുറച്ച് പൂവുണ്ടായിരുന്നു, അത് ഞാൻ അമ്മയ്ക്കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ മുല്ലപ്പൂ പല രീതിയിൽ വെച്ച് നോക്കുന്നുണ്ട്. വെച്ചിട്ട് സെറ്റാവുന്നില്ല ഗൈസ്. ഇടയ്ക്ക് ഞാൻ കണ്ണാടിയുടെ അടുത്തോട്ട് ചെന്നിട്ട് മുടി എനിക്ക് വേറെ രീതിയിലൂടെ പിന്നാൻ നോക്കി. പക്ഷെ പിന്നിട്ട് അത് റെഡി ആവുന്നില്ല. പിന്നെ ലാസ്റ്റിലൊരു പണി ചെയ്ത്, അത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം കേട്ടോ. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ടും പൂ തികയുന്നില്ല കേട്ടോ. പൂ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ. ഇതാട്ടോ എൻ്റെ ലാസ്റ്റ് ലുക്ക്. ഇപ്പം നിങ്ങൾ വിചാരിക്കും പൂ എങ്ങനെ ഇത്രയും വന്നതെന്നല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് പൂ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പൂ ഉണ്ടെന്നും തോന്നിക്കും, പ്ലാസ്റ്റിക് ഞാൻ ആർക്കും മനസ്സിലാകത്തില്ല. കാരണം നല്ല മണവും ഉണ്ടല്ലോ, ഒറിജിനലും ഉണ്ട് പ്ലാസ്റ്റിക്കിന്, രണ്ടും കൂടെ കേട്ടോ ഞാൻ സെറ്റാക്കി വെച്ചേ. ഇതായിരുന്നു കേട്ടോ എൻ്റെ താലിമാല. അപ്പം ഞാൻ അങ്ങനെ ഈ വലിയ മാല ഇടാറില്ല കേട്ടോ. എനിക്ക് ചേട്ടനാണെങ്കിൽ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ മാല വാങ്ങി തന്നായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വലിയ മാല ഇട്ട് നമുക്ക് അങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ പോകാൻ പേടിയാണ്. ഇപ്പോൾ കള്ളന്മാരുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചെറിയ മാല കേട്ടോ ഇടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മണ്ടത്തരം കാണിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ഒരുങ്ങുന്നതിന് മുമ്പാണ് മാലയെല്ലാം ഇടുന്നത് കേട്ടോ. ഞാനിവിടെ മുല്ലപ്പൂ എല്ലാം വെച്ചതിന് ശേഷമാണ് ഇത് മാല എടുത്തിടുന്നത്. അതുകൊണ്ട് കുറച്ച് പണിയായിരുന്നു കേട്ടോ കഴുത്തിലിടാനായിട്ട് മാല. പിന്നെ മാല ഇടാതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ മാലയെല്ലാം എടുത്തിട്ട് 2 മാലയാണ് ഞാൻ ഇടുന്നത്. എനിക്ക് പൊതുവെ ഇങ്ങനെ 2 മാല ഇട്ടുകൊണ്ട് പോകുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇതുപോലെ കല്യാണത്തിനൊക്കെ അല്ലേന്നും പറഞ്ഞുകൊണ്ട് മാത്രം കേട്ടോ ഞാനിങ്ങനെ ഇട്ടത്. ഇതാട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഇന്നത്തെ ഈ ലുക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ ചുരിദാർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടണേ, എനിക്ക് ചേരുമോ ഈ കളറിനൊക്കെ ഇടണം കേട്ടോ. പിന്നെ നെറ്റിയിൽ സിന്ദൂരൊക്കെ ഇട്ട് പിന്നെയാണ് ഞാൻ ഓർത്തത്, അയ്യോ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടില്ല എന്ന്. പിന്നെ ഞാൻ ഓടിച്ചിരുന്നത് ലിപ് ബാമൊക്കെ തേച്ച് ആദ്യം മറ്റേ ലിപ് ലൈനർ വെച്ച് വരച്ചു കേട്ടോ. അതിന് ശേഷമാണ് ലിപ് ബാം തേക്കുന്നത്. പിന്നെ ഞാൻ ഫോണിൽ കൂടെ നോക്കി ലിപ്സ്റ്റിക്ക് ഇട്ടാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ കണ്ണാടി പോയി ലിപ്സ്റ്റിക്ക് ഇടുക കേട്ടോ. അമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അമ്മ സാരിയാണ് ഉടുത്തത്. അമ്മയ്ക്ക് പൊതുവെ സാരി ഉടുക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നെന്തായാലും സാരി ഉടുക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ സാരിയൊക്കെ ഇട്ട് എടുത്തത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുമേ. എൻ്റെ ഫാഷൻ ഷോ കഴിഞ്ഞത് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ കണ്ണടിയുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായോ? ഇനി നമുക്ക് നേരെ കല്യാണത്തിനായിട്ട് പോകാം കേട്ടോ. ഞാൻ വണ്ടിയിലാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്താട്ടോ. ഹെൽമെറ്റ് ഞാൻ വെക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഇവിടെ അടുത്താണ്. ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിയെല്ലാം കുളമാവും. അതുകൊണ്ട് നമുക്ക് ഹെൽമെറ്റ് വേണ്ട കേട്ടോ. ഞാൻ വന്നു, പക്ഷെ അവൾ വന്നില്ല കേട്ടോ. അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവളിപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മുടിയൊക്കെ ഇങ്ങനെ എഴുതി തോന്നുന്നു. അവൾ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ ഇറങ്ങിയത്. ഇപ്പോഴേ ഇറങ്ങണ്ടായിരുന്നു. അവളിങ്ങ് എത്തിയിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ വണ്ടിയിലായതുകൊണ്ട് പെട്ടെന്നല്ലേ വരുന്നത്. അവൾ വണ്ടിയിലാണ് കേസ്.
അവൾ വരുന്നുണ്ട്. അപ്പോൾ ഈ അവളെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരി കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാമെന്നാണ് തീരുമാനിച്ചത്. അവളോട് സത്യം പറഞ്ഞാൽ വണ്ടി ഇരുന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവളിത് കാടിൻ്റെ പടമാണ് എടുത്തത്. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്നതായിട്ട് കാണിക്കണ്ടേ, അവൾ അതല്ല എടുത്തത്, കാടിൻ്റെ പടമാണ് എടുത്തത്. പിന്നെ നമ്മൾ കല്യാണത്തിനൊക്കെ വന്ന് ഇവിടെ ആട്ടോ എൻ്റെ കല്യാണം നടന്ന അമ്പലം. അപ്പോൾ ഈ അമ്പലത്തിലോട്ട് വരുമ്പോഴേ നമുക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയൊക്കെ വരും കേട്ടോ. എന്തായാലും ഞങ്ങൾ കറക്റ്റ് സമയത്താട്ടോ വന്നത്. പെണ്ണിനെ മണ്ഡപത്തിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഭാഗമൊക്കെ എന്തായാലും കാണാൻ പറ്റി. അവൾ എൻ്റെ കൂട്ടുകാരിയായിട്ടോ വരാൻ ലേറ്റായിരുന്നു. ഞാൻ നേരത്തെ ഒരുങ്ങി റെഡിയായി ഇരിക്കുമായിരുന്നു. ഇതിൽ പിന്നെ ഒരു ട്വിസ്റ്റ് കേസ്. ഞാൻ ഇതിനു മുമ്പ് കാണിച്ച ആ വീഡിയോയിൽ എൻ്റെ കയ്യിലൊരു കർച്ചീഫ് ഉണ്ടായിരുന്നു കേട്ടോ. മണ്ഡപത്തിൽ കല്യാണ സ്ഥലത്ത് വന്ന് ഞങ്ങൾ ജ്യൂസ് കുടിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ തൂവാലയില്ല. എനിക്ക് സത്യം പറഞ്ഞ വിഷമമുണ്ട്. ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച് അന്നാണ് എടുക്കുന്നത്. ഇന്നലെ കല്യാണത്തിനാണ് എടുക്കുന്നത്. പക്ഷേ അത് പോയി. എവിടെ കൊണ്ട് കളഞ്ഞ് എനിക്കൊരു പിടിയില്ല. എവിടെയോ ഞാൻ കൊണ്ട് കളഞ്ഞു. എനിക്കങ്ങ് ഭയങ്കര വിഷമം. എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിച്ചു. അത് എന്നാൽ ഒരു 10 ദിവസമല്ലോ അല്ലെങ്കിൽ പോട്ടെ 2 ദിവസമെങ്കിലും ഉപയോഗിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരത്തില്ലായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതാ ഞാൻ അവളോട് ഫുഡ് അടിക്കാൻ കയറി കേട്ടോ. അപ്പോൾ ആദ്യമേ ചോറിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ നാരങ്ങ എടുക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ചോറ് പപ്പടമൊക്കെ ഇട്ടതാ, അവിയലും കൂടെ ഒരു കൂട്ടി പിടിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സദ്യയായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാറിന് ഉപ്പില്ലായിരുന്നു. പിന്നെ ഉപ്പ് നമുക്ക് പ്രത്യേകം പിന്നെ അവർ കൊണ്ടു തന്നായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞത് പായസം പിടിക്കും കേട്ടോ. പ്രഥമനും പപ്പടവും പഴം കൂടെ ഒരു പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോളിയും അരിപ്പായസം ഉണ്ടല്ലോ അതുകൂടെ ഒരു പിടിച്ച്. പൊതുവേ ഞാൻ ഇത്രയും പായസം കൂട്ടാറില്ല കേട്ടോ. നമുക്ക് ഇത്രയും കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറും നിറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് പച്ചമോര് കൊണ്ട് തന്നായിരുന്നു. അതുകൂടെ കുടിച്ച് തൃപ്തിയായി. പിന്നെ കല്യാണപ്പെണ്ണിനെയും കല്യാണം ചെറുക്കനെ നമ്മൾ കണ്ടില്ലല്ലോ. പിന്നെ അവരുടെ അടുത്തോട്ടൊക്കെ ചെന്ന് ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ വന്ന് കിട്ടിയ നാരങ്ങ കൊണ്ട് അമ്മ നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് തന്നു കേട്ടോ. ഞാൻ അപ്പോൾ ഈ ഒരുങ്ങിയിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ അച്ഛനോട് അമ്മയോടെയൊക്കെ ബൈ പറഞ്ഞു. ഞാൻ പിന്നെ പോകുന്ന വഴി പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാട്ടോ പോയത്. പിന്നെ ചേട്ടൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ആ വീട്ടിൽ പായസമൊക്കെ വെച്ച് നമ്മുടെ വീടിനകത്തേക്ക് എത്തുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്.